പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പനി മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. Company management refers to the organization and control of corporate affairs by the board of directors and other key managerial persons. അപ്പോൾ കമ്പനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഓർഗനൈസേഷൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഒരു കമ്പനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്തൊക്കെ നമ്മുടെ കോർപ്പറേറ്റ് അഫയേഴ്സ് ഇല്ലേ, അവർ കറക്റ്റായിട്ട് നമുക്ക് കുറേ റൂൾസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കമ്പനിയുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി മാനേജ്മെന്റ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡീൽ ചെയ്യണത്? വിത്ത് ദി ഡേ ടു ഡേ ഫംഗ്ഷനിങ് ആൻഡ് റെക്കോർഡ് മെയിൻ്റെനൻസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് ഓഫ് ദി കമ്പനീസ് റിക്വയർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ റെക്കോർഡുകളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളെല്ലാതും കറക്റ്റായിട്ട് കമ്പനീസ് തന്നെ കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. കമ്പനീസ് ആക്ട് പ്രകാരം 2013 പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും കമ്പനി പാലിച്ചു പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുകയാണ് അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി മാനേജ്മെന്റ് റെഫേഴ്സ് എന്തൊക്കെയാണ്? അതിലെന്തൊക്കെ ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ഓഫ് ദി കോർപ്പറേറ്റ് അഫയേഴ്സ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ മെയിനായിട്ട് ഒരു ടോപ്പ് ലെവലുള്ള ആൾക്കാരായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവരെല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്സുകളും അതുപോലെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് കമ്പനി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താ, ഡേ ടു ഡേ ഓപ്പറേഷൻസുകളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക, അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദെൻ കറക്റ്റായിട്ട് റൂൾസ് പ്രകാരം, നിയമപ്രകാരം, ലോ പ്രകാരം തന്നെ പ്രവർത്തിക്കുന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാ റെക്കോർഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ വിങ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇത് രണ്ടും ടുഗദർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനീനെ സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ടുഗദർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ദാറ്റ് ദി കമ്പനീസ് ഓപ്പറേറ്റ് എഫിഷ്യൻ്റ്ലി ലീഗലി ആൻഡ് ഇസ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇത് എഫിഷ്യൻ്റ് ആയിട്ടും ലീഗലായിട്ടും പ്രോപ്പറായിട്ട് കമ്പനി ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ടുഗദർ ഒരുമിച്ച് എന്ത് ചെയ്യണമെന്നാണ് പറയണത്, പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് എന്നുള്ളത് നോക്കാം. ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആർ മെയിൻലി കണ്ടെയ്ൻഡ് ദി ചാപ്റ്റേഴ്സ് 7 and 12. ഇപ്പം ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് ഇതിൻ്റെ പ്രൊവിഷൻസുകൾ പറയുന്നത്? ഒന്ന് ചാപ്റ്റർ 7 and 12 ചാപ്റ്റർ 7ലും 12ലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. കമ്പനി സെക്ഷൻ 2013 പ്രകാരമാണ്. കവറിംഗ് സെക്ഷൻ ഏതൊക്കെ സെക്ഷനാണ് കവർ ചെയ്യണത്? സെക്ഷൻ 88 ടു സെക്ഷൻ 122 വരെയാണ് ഇതിൻ്റെ സെക്ഷൻസുകൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. ചാപ്റ്റർ 7 ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 82 ടു 122 വരെയാണ്. ഇതിലത്തെ സബ്ജക്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ശ്രദ്ധിക്കണം, മറക്കരുത്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ 18 ടു 122 വരെയാണുള്ളത്. ചാപ്റ്റർ എത്രയാടാ? 7 ആണ്. ഇനി അപ്പോയിൻമെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് മാനേജീരിയൽ പേഴ്സണൽ. നമുക്ക് മാനേജ്മെന്റിൽ ഏതൊരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോയിൻമെന്റ് ചെയ്യുക, അവരുടെ റെമ്യൂണറേഷൻ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ് കമ്പനീസ് ആക്ടിൽ ചാപ്റ്റർ 12 എന്ന് പറയുന്നത്. സെക്ഷൻ 196 ടു 205 ആണ്. 196 മുതൽ 205 വരെയാണ് അതിൻ്റെ സെക്ഷൻസുകൾ പ്രധാനമായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇനി കീ കമ്പോണൻസ് ഓഫ് കമ്പനീസ് മാനേജ്മെന്റ്. പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് ആണ് മാനേജ്മെന്റിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. 3 ലെവൽ ആൾക്കാരാണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ മാനേജേഴ്സ് ആൻഡ് കമ്പനിയുടെ സെക്രട്ടറിമാരുണ്ടായിരിക്കും. ലോവർ ലെവലിൽ സൂപ്പർവൈസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഒക്കെ ലോവർ ലെവലിൽ ഉണ്ടായിരിക്കും. ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? പോളിസി മേക്കിംഗ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ. മിഡിൽ ലെവലേഴ്സിന്റെ എന്താണ്? ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസി. ഇവരുണ്ടാക്കിയ ഈ ഡിസിഷനും സ്ട്രാറ്റജീസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യലാണ് ആരുടെ ജോലി? മിഡിൽ ലെവലുള്ളവരുടെ ജോലി. പിന്നെ ലോവർ ലെവലുള്ളവർ എന്താ ചെയ്യുന്നത്? ഡേ ടു ഡേ ഓപ്പറേഷൻസുകളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതാണ് കീ കമ്പോണൻസ് ഓഫ് കമ്പനി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞത്. നോക്കാം, ഡെഫിനിഷൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 210, ആസ് പെർ ദി സെക്ഷൻ 210, board of directors or board means the collectively body of directors of a company. എന്താ പറഞ്ഞത്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു കമ്പനിക്കും ടോപ്പ് ലെവലിൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും. ആ ബോർഡിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടായിരിക്കും.
സോ ആ ബോർഡിൻ്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് മറക്കരുത്, 2 clause 10 ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബോർഡ് മീൻസ് കളക്റ്റീവ്ലി ബോഡി ഓഫ് ഡയറക്ടേഴ്സ്. കുറേ ഡയറക്ടേഴ്സുകൾ കൂടി ചേർന്നിട്ടുള്ള ആ ബോർഡിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ബോഡീനെയാണ് എന്തെന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഇപ്പം എന്താണ്, കുറേ കളക്റ്റീവ്ലി ബോഡി ഓഫ് ഡയറക്ടേഴ്സ്, കുറേ ഡയറക്ടേഴ്സുകൾ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ബോഡീനെ വിളിക്കുന്ന പേരാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. നോക്കാം, പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ മിനിമം 3 പേരെങ്കിലും ഉണ്ടായിരിക്കണം. എന്താ പറയണത്, പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേരുണ്ടായിരിക്കണം? നമുക്ക് മിനിമം 3 പേരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം എത്ര ഉണ്ടായിരിക്കണം? മാക്സിമം 15 പേരുണ്ടായിരിക്കണം. മിനിമം 3 പേരാണ്, മാക്സിമം എത്രയാണ്? 15 പേരാണ്. പ്രൈവറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ എന്താ, മിനിമം 2 പേരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം എത്ര പേരുണ്ടായിരിക്കണം? 15 പേരുണ്ടായിരിക്കണം. 1 person കമ്പനിയാണെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് വേണ്ടത്? അവിടെ ഒരാൾ മാത്രം ഉണ്ടായാൽ മതി. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ എന്താ പറഞ്ഞത്? പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം ഡയറക്ടർ 3, മാക്സിമം 15. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 2, മാക്സിമം 15. അപ്പോൾ മാക്സിമം 2 എന്ത് തന്നെയാടാ? 15 തന്നെയാണ് വരുന്നത്. 1 person ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വേണ്ടുള്ളൂ. എ കമ്പനി മേ അപ്പോയിന്റ് മോർ ദാൻ 15 ഡയറക്ടേഴ്സ് പാസിംഗ്. ഇനിയിപ്പോൾ 15 നമ്മൾ മാക്സിമം ഉള്ളത്. ഇനിയിപ്പോൾ കമ്പനിക്ക് ഇനിയും ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയണം, അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്ഷൻ 152ലാണ് അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണത് പ്രധാനമായിട്ട് പറയുന്നത്. അതൊന്നും എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചോളൂ. സെക്ഷൻ 152ലാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ നെയിംഡ് ഇൻ ദി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഫസ്റ്റ് ഡയറക്ടർ എന്ത് ചെയ്യണം? നമ്മൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം? അവരുടെ പേര് ചെയ്തിട്ടുണ്ടായിരിക്കും. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഫസ്റ്റ് ഡയറക്ടറിന്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി അതിന് പിന്നാലെ വരുന്ന സബ്സീക്വന്റ് ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇനി ബാക്കി വരുന്ന ഡയറക്ടേഴ്സിനൊക്കെ നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ നെയിംഡ് അറ്റ് ദി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ദെൻ സബ്സീക്വന്റ് ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് ഇൻ ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നതായിരിക്കും? അവർ അപ്പോയിൻമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതർ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. സെക്ഷൻ 161 പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് അഡീഷണൽ ഡയറക്ടർ, അഡീഷണൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആൻഡ് നോമിനി ഡയറക്ടേഴ്സ്. അഡീഷണൽ ഡയറക്ടേഴ്സ്, ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സ്, നോമിനി ഡയറക്ടേഴ്സിനൊക്കെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാടാ? 161 ആണ്. ഇനി സെക്ഷൻ 149 ക്ലോസ് 4 ആണെന്നുണ്ടെങ്കിൽ എവറി ലിസ്റ്റഡ് കമ്പനി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ പറയുന്നത്? എവരി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 1/3 മൊത്തത്തിൽ 1/3 ഭാഗം എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 149 ക്ലോസ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞത് എന്താന്ന് പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറയണത്? നമ്മൾ കുറച്ച് ക്ലാസ് നമ്മൾ പറയുന്നുണ്ട്, വുമൺ ഡയറക്ടേഴ്സിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കി വയ്ക്കാം. ചില ക്ലാസ്സസ് ഓഫ് കമ്പനീസിലാണെന്നുണ്ടെങ്കിൽ ഒരു വുമൺ ഡയറക്ടർ കമ്പൽസറി നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏത് സെക്ഷനിൽ പറയണത്? സെക്ഷൻ 149 ക്ലോസ് 1 പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പ്രധാനപ്പെട്ട പവറുകൾ എന്തൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട പവേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പവേഴ്സ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 179 പവേഴ്സിനെ പറ്റിയിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ദി പവർ ടു. എന്തൊക്കെ പവറുകളാണുള്ളത്? ഫസ്റ്റ് വൺ, മേക്ക് കോൾസ് ഓൺ ഷെയർ. നമുക്ക് എന്ത് ചെയ്യാം? ഷെയർസിന്റെ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവേഴ്സുകളുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഫണ്ടില്ല എന്ന് വരുമ്പോൾ നമുക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടാണ് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോൾ ചെയ്യാം അല്ലേ? അപ്പോൾ ഈ കോൾ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുകളാണ്. അതിലുള്ള ആൾക്കാർ കൂടി തീരുമാനിക്കണം. ദെൻ അതോറിറ്റീസ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം. നമുക്ക് കൊടുത്ത സെക്യൂരിറ്റീസിന് അവരുടെ നമുക്ക് തിരിച്ചു വാങ്ങാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അത് അവർക്കുള്ള പവർ ഉണ്ട്. അപ്പോൾ എന്താണ്? മേക്ക് കോൾസ് ഓൺ ഷെയർസ്. രണ്ടാമത്തെ അതോറിറ്റീസ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. ബോറോ മണി. ആയിരുന്നാലും കട എടുക്കണം എന്നുണ്ടെങ്കിൽ, കമ്പനി നഷ്ടത്തിലൊക്കെ ആണെങ്കിൽ കട എടുക്കണം, ഇപ്പോൾ ലോണൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ ആയിരിക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ പൈസ നമുക്ക്
ബാങ്കിലോ അല്ലെങ്കിൽ നല്ല ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനം എടുക്കുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ബോർഡ് റിപ്പോർട്ട്. നമ്മുടെ ഓരോ വർഷവും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പബ്ലിക്കലി അവൈലബിൾ ആക്കണം, നമുക്കത് ട്രാൻസ്പെറൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ റിപ്പോർട്ടുകൾ പുറത്തുവിടാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അപ്രൂവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോർഡ് റിപ്പോർട്ട്സ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ബോർഡിന്റെ റിപ്പോർട്ടുകളൊക്കെ ഫൈനൽ അപ്രൂവൽ കൊടുക്കേണ്ടത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഡൈവേഴ്സിഫൈ ബിസിനസ് ഓർ അപ്രൂവ് മെർജേഴ്സ് ആൻഡ് അമാൽഗമേഷൻ. നമ്മുടെ ബിസിനസ്സിനെ ഡൈവേഴ്സിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ വേറൊരു ബ്രാഞ്ച് തുടങ്ങണം, അല്ലെങ്കിൽ അതിനെ ഇപ്പം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാറി വേറൊരു പ്രൊഡക്റ്റിലേക്കൊക്കെ മാറണം എന്നുണ്ട് വെച്ചെങ്കിൽ ആരുടെ അപ്രൂവൽ വേണമെന്നാണ് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ വേണം. മെർജ് ചെയ്യണമെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ. ഇനി സർട്ടൻ പവേഴ്സുകളുണ്ട്, ലൈക്ക് സെയിൽ ഓഫ് അസറ്റ്, ബോറോയിങ് ബിയോണ്ട് ദി ലിമിറ്റ്, റിക്വയർ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ഇൻ ദി ജനറൽ മീറ്റ്. അപ്പോൾ ഇനി എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കണം, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കട എടുക്കണം. ഇപ്പോൾ നമ്മളൊരു 1 കോടി രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, പക്ഷേ അതിനായിട്ടും കൂടുതൽ വേണം, ആ ലിമിറ്റ് കടന്നും കട എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, ആരുടെ അപ്രൂവൽ വേണോടാ? നാളെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ജനറൽ മീറ്റിങ്ങിൽ വാങ്ങിയാൽ മാത്രമേ ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ പവേഴ്സുകൾ നടപ്പിലാക്കണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവിടെ ഒരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി. നമ്മുടെ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓഫ് ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി എന്നുള്ളതാണ് എന്ത് ചെയ്യണത്, ആ ഒരു പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്താണ് പറയണത് എക്സസൈസ് ഡ്യൂട്ടീസ് വിത്ത് ദി ഡ്യൂ കെയർ, സ്കിൽ ആൻഡ് ഡിലിജൻസ്. ഇതാണ് എക്സസൈസ് ഡ്യൂട്ടി വിത്ത് കെയർ. അതായത് ഓരോ ഡയറക്ടേഴ്സും അവരുടെ സ്കില്ലനുസരിച്ചിട്ട് കെയർ ചെയ്തുകൊണ്ട്, കാരണം അവരുടെ ഡിസിഷനാണ് കമ്പനീനെ എന്തിലേക്ക് എത്തിക്കുന്നത്? പ്രോഫിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു നിലയിലേക്ക് എത്തിക്കുന്നത് ആ കമ്പനിയുടെ തീരുമാനങ്ങളാണ്, ആ ഡയറക്ടേഴ്സിൻ്റെ തീരുമാനങ്ങളാണ്. സോ ഭയങ്കര കെയർ ആയിട്ടും അവരുടെ സ്കില്ലനുസരിച്ചുള്ള കാര്യങ്ങളുമാണ് ആ ഡ്യൂട്ടി അവർ പെർഫോം ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ദെൻ അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. നോട്ട് ഗെയിൻ അൺഡ്യൂ അഡ്വാൻറ്റേജ്. അതായത് സ്വന്തം ഡെവലപ്മെൻറ്റും സ്വന്തം ഗെയിനിനും അല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനും ആ ഒരു കാര്യങ്ങൾക്കും ആയിരിക്കണം അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഈ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാനായിട്ട്? ആക്ട് ചെയ്യാനായിട്ട്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ വയലേഷൻ ക്യാൻ ലീഡ് ടു പെനാൽറ്റീസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഇനി ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി അടിക്കാനും അവർ അതിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യാനും ഡിസ്ക്വാളിഫൈ ചെയ്ത് അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് വരെ സാധിക്കുമെന്നാണ് എന്ത് ചെയ്യണത് അവിടെ പറയണത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ ഡ്യൂട്ടീസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി കീ മാനേജീരിയൽ പേഴ്സൺ, KMP എന്താണ്? കീ മാനേജീരിയൽ പേഴ്സൺ ആസ് പെർ സെക്ഷൻ 2 clause 51 KMP ഇൻക്ലൂഡ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പറയണത് കേട്ടോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഒന്ന് MD എന്ന് പറഞ്ഞാൽ ആരാണ്? മാനേജിങ് ഡയറക്ടർ. MTD വോൾ ടൈം ഡയറക്ടർ, ഫുൾ ടൈം ആയിട്ടുള്ള, അല്ലെങ്കിൽ മാനേജർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO, കമ്പനി സെക്രട്ടറി. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താണ്? നമ്മുടെ ബോർഡിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ദീസ് ഇൻഡിവിജ്വൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് പോളിസീസ്, കംപ്ലൈൻസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി അഡ്മിനിസ്ട്രേഷൻ. ഈ പറയുന്ന ആൾക്കാരാണ് പ്രധാനമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരും. ഇവരൊക്കെ എന്താണ്? റെസ്പോൺസിബിൾ ആണ് പോളിസീസിനും അതുപോലെ കംപ്ലൈൻസിനും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി അഡ്മിനിസ്ട്രേഷനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞാൽ ഈ 6 പേരെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? മാനേജിങ് ഡയറക്ടേഴ്സ്, ഓൾ ടൈം ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആൻഡ് കമ്പനി സെക്രട്ടറി ഒക്കെയാണ് അതിൽ വരിക എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചോളണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ, എന്താ റോൾ ഓഫ് കമ്പനി സെക്രട്ടറി ഇൻ അഡ്മിനിസ്ട്രേഷൻ? എന്തൊക്കെ റോളാണ് കമ്പനി സെക്രട്ടറിക്ക് ഉള്ളത്? അഡ്മിനിസ്ട്രേഷനിൽ കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്താണെന്നുള്ളതാണ് പറയണത്. ഓക്കെ, നോക്കാം നമുക്ക്. കമ്പനി സെക്രട്ടറി ആക്ട് ആസ് എ പ്രിൻസിപ്പൽ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ. കമ്പനി സെക്രട്ടറി എന്താണ്? ആക്ട് ആസ് എ പ്രിൻസിപ്പൽ ഓഫീസർ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യണത്? ആക്ട് ചെയ്യണത്. ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സും റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? കമ്പനി CS എന്നൊക്കെ കേട്ടിട്ടില്ലേ? CS-കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കമ്പനി സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രിപ്പയറിംഗ് ദി ഫയലിംഗ് ദി ആനുവൽ റിട്ടേൺ സെക്ഷൻ 92 പ്രകാരം പറയുന്ന ആനുവൽ റിട്ടേണുകളൊക്കെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അത് ഫയൽ ചെയ്യലൊക്കെ ആരാണ്? കമ്പനി സെക്രട്ടറി ചെയ്യണം. ദെൻ ഇഷ്യൂയിങ് നോട്ടീസ് ആൻഡ് അജണ്ട ഫോർ ബോർഡ് ആൻഡ് ജനറൽ മീറ്റിംഗ്. ഒരു ബോർഡ് മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ
അതിൻ്റെ അജണ്ട നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അജണ്ട ഒക്കെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ദെൻ എൻഷുറിങ് കംപ്ലൈൻസ് വിത്ത് ROC NCLT SEBI റെഗുലേഷൻ. ഈ പറയുന്ന ROC പറഞ്ഞത് NCLTയുടെ SEBIയുടെ റെഗുലേഷനുള്ള പറയുന്ന എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അതായത് കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ അഡ്വൈസിങ് ദി ബോർഡ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ലീഗൽ മാറ്റേഴ്സ്. ബോർഡ്സിന് എന്ത് ചെയ്യണം, നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അതുപോലെ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഉപദേശങ്ങൾ ആർക്ക് കൊടുക്കണം, നമ്മുടെ കമ്പനിയുടെ ബോർഡിന് കൊടുക്കണം. കാരണം CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ചുമതല ആരെയാണ്, ഒരു കമ്പനി സെക്രട്ടറിയുടെയാണ്. അതുകൊണ്ട് തന്നെയാണ് CS പഠിക്കുന്നവർ കൂടുതലായിട്ട് തിയറി പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ലോ ഒക്കെ അവർ അരച്ച് കലക്കി കുടിച്ചാലാണ് CS പാസ്സാവുക തന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കമ്പനിയുടെ ബോർഡിന് നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ ആരുടെ ജോലിയാണ്, CSകാരുടെ ജോലിയാണെന്ന് പറയുന്നത്. ഭയങ്കര ശമ്പളമാണ് CSകാരന്. ബോർഡ് ഓഫ് ഡയറക്ടറിലൊക്കെ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് CS ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ എ കമ്പനി സെക്രട്ടറി. CS ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ബി മെയിൻറ്റെയിൻഡ്. എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയണത്. സെക്ഷൻ 88 എന്ത് ചെയ്യണത്, അതിനെ പറ്റിയിട്ട് പറയണത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എ കമ്പനി മസ്റ്റ് മെയിൻറ്റെയിൻ ദ ഫോളോയിങ് രജിസ്റ്റേഴ്സ്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് രജിസ്റ്റർ ആണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്താ, ഡീറ്റെയിൽ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതിൽ എന്താണ്ടായിരിക്കുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുക. രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അല്ലെ, കടപ്പത്രം, നമ്മൾ കട എടുത്തിട്ടുള്ള ആൾക്കാരുടെ പേര് അടിച്ചിട്ടുള്ള രജിസ്റ്റർ ഉണ്ടായിരിക്കണം. റെക്കോർഡ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. രജിസ്റ്റർ ഓഫ് ഡയറക്ടർ ആൻഡ് KMP, ഡയറക്ടേഴ്സും അതുപോലെ തന്നെ കീ മാനേജറിയൽ പേഴ്സൺസ്, നമ്മളിപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ കീ മാനേജറിയൽ പേഴ്സൺസുകളുടെ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. രജിസ്റ്റർ ഓഫ് ചാർജസ്, ഡീറ്റെയിൽ ഓഫ് ചാർജസ് ക്രിയേറ്റഡ് ഓൺ അസറ്റ്, നമ്മൾ ഓരോ അസറ്റിലും ഒക്കെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ആൾക്കാർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ രജിസ്റ്റർ ഓഫ് ചാർജസ്, ആ ചാർജ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏത് സെക്ഷൻ പ്രകാരമാണ്, സെക്ഷൻ 88 പ്രകാരം ഇതൊക്കെ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചോളണം. ഇനി ആനുവൽ ജനറൽ മീറ്റിംഗ് AGM ഉണ്ട്. സെക്ഷൻ 96 പറയണത് AGM നടത്തുന്നതിനെ പറ്റിയിട്ട്. സെക്ഷൻ 96 എവരി കമ്പനി മസ്റ്റ് ഹോൾഡ് എ AGM വൺസ് ഇൻ എ ഇയർ കലണ്ടർ ഇയർ. എല്ലാ കമ്പനികളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണോടാ, നമ്മളൊരു കലണ്ടർ ഇയറിൽ ഒരു മീറ്റിംഗ് എന്തുണ്ടായിരിക്കണം, എന്തായാലും കൂടിയിട്ടുണ്ടായിരിക്കണം. ഗ്യാപ് ബിറ്റ്വീൻ 2 AGM നോട്ട് മോർ ദാൻ 15 months. ഒരെണ്ണം നടന്നു കഴിഞ്ഞ് അതിൻ്റെ ഗ്യാപ്പ് അടുത്ത് നടക്കാനായിട്ട് 15 മാസത്തിനായിട്ടും കൂടാൻ ഒരിക്കലും പാടില്ല എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് AGM വിത്തിൻ 9, ആദ്യത്തെ AGM മീറ്റിംഗ്, കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ AGM മീറ്റിംഗ് വിത്തിൻ 9 months ഫ്രം ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് 9 മാസത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം, ആദ്യത്തെ AGM മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഇതിൻ്റെ പർപ്പസ് എന്താണ്, ടു അപ്രൂവൽ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ അപ്രൂവൽ കൊടുക്കണം. ടു ഡിക്ലെയർ ദ ഡിവിഡൻസ്, അല്ലേ, നമുക്ക് ഓരോ കൊല്ലത്തെ പ്രോഫിറ്റിനനുസരിച്ച് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ എത്ര രൂപയാണ് അത് കൊടുക്കേണ്ടത് എന്നത് ഡിക്ലെയർ ചെയ്യണം. അടുത്ത ടു അപ്പോയിൻറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഈ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടായിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എപ്പോഴാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഇപ്പോൾ കുറച്ചധികമായി നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ കമ്പനി ആൻഡ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്കുകൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കീ കമ്പോണൻസ് ഓഫ് കമ്പനി മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ പവേഴ്സ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സും ഡിസ്കസ് ചെയ്തു. കീ മാനേജറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ റോൾ ഓഫ് കമ്പനി സെക്രട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു CSകാരൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് സെക്ഷൻ 88 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം. താങ്ക് യു.